മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. ലൂക്കായുടെ സുവിശേഷം 1-41 തിരുവചനം. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, ഇന്നത്തെ സുവിശേഷ ഭാഗം മംഗളവാർത്തയ്ക്ക് ശേഷം മറിയം ഗർഭിണിയായ എലിസബത്തിനെ ശുശ്രൂഷിക്കുവാൻ പോകുന്ന സന്ദർഭമാണ് വിവരിക്കുക. മറിയത്തിന്റെ അഭിവാദന സ്വരം കേട്ടപ്പോൾ എലിസബത്തും അവളുടെ ഉദരത്തിലെ ശിശുവും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അഭിഷേകം ചെയ്യപ്പെട്ടു. അതുപോലെ മറിയത്തെയും അവരുടെ ഗർഭഫലവും അനുഗ്രഹീതം എന്നും അവൾ കർത്താവിന്റെ അമ്മയാണെന്നും എലിസബത്ത് പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനത്തിൽ തിരിച്ചറിയുകയാണ്. സർവശക്തനായ ദൈവപുത്രന്റെ അമ്മ തന്റെ അടുക്കൽ വരുവാനുള്ള യോഗ്യത തനിക്കില്ല എന്നും എലിസബത്ത് ഏറ്റുപറയുന്നതായി തിരുവചനത്തിൽ നാം കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, മറിയത്തെ പോലെ നമ്മുടെ സാന്നിധ്യവും സാമീപ്യവും അവരനിൽ പരിശുദ്ധാത്മാവ് നിറയപ്പെടുവാൻ കാരണമാകാറുണ്ടോ എന്ന് നമുക്ക് ഒന്ന് ആത്മപരിശോധന ചെയ്ത് നോക്കാം. അങ്ങനെയുള്ള ഒരു അനുഭവം നമുക്കുണ്ടാകണമെങ്കിൽ ആദ്യം വേണ്ടത് നമ്മൾ ക്രിസ്തുവിനെ ഹൃദയത്തിൽ വഹിക്കുന്നവരാകണം. നമ്മുടെ ഹൃദയവും ജീവിതവും വിശുദ്ധിയുള്ളതാണെങ്കിലേ ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ ജനിക്കും. ക്രിസ്തുമസിന്റെ ഏറ്റവും അടുത്ത ഈ ദിവസങ്ങളിൽ നമ്മുടെ ഹൃദയത്തിലെ എല്ലാ മാലിന്യങ്ങളും തമ്പുരാനോട് ഏറ്റുപറഞ്ഞ് നമ്മെ തന്നെ വിശുദ്ധീകരിച്ച് തിരുപ്പിറവിക്കായി നമുക്ക് ഒന്നൊരുങ്ങാം. ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ ജനിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ.